പ്രൈസ് ദി ലോർഡ്. ദൈവനാമമഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവ് നമ്മെ അത്ഭുതകരമാവണ്ണം ഓരോ ദിനവും വഴി നടത്തുന്ന നല്ല കൃപകൾക്കായി നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഓരോ ദിനം കടന്നു വരുന്തോറും കർത്താവിൻ്റെ വരവും ഏറ്റവും അടുത്തു. ഹല്ലേലൂയ. ഈ 2 മാസക്കാലം കർത്താവ് നമ്മളെ പരിപാലിച്ചു. കർത്താവിൻ്റെ കൃപയ്ക്കുള്ളിൽ നമ്മളെ താങ്ങി നിർത്തിയ നല്ല കൃപകൾക്കായി നന്ദിയോട് സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ദൈവസന്നിധി നാം ആയിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്ക് എടുത്തിരിക്കുന്ന തിരുവചനം ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 10-ാം വാക്യം. താൻ മുമ്പേ ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. പ്രിയ ദൈവമക്കളെ, നോക്കൂ, ദൈവസന്നിധിയിൽ നാം മുട്ടുകുത്തുവാൻ തയ്യാറാണോ എങ്കിൽ ഹല്ലേലൂയ, ദൈവ സാന്നിധ്യം, ആ ദൈവത്തിൻ്റെ ആ കൃപ നമുക്ക് അനുഭവിപ്പാൻ കർത്താവിൻ്റെ സാന്നിധ്യം എല്ലായ്പ്പോഴും കൂടെയുണ്ട്. ഏത് പ്രതികൂല സാഹചര്യങ്ങൾ കടന്നു വരട്ടെ, പ്രതിസന്ധികൾ കടന്നു വരട്ടെ, ഹല്ലേലൂയ, എന്തു വന്നാലും മുമ്പേ ചെയ്തു വന്നതുപോലെ ദൈവസന്നിധി നിങ്ങൾ മുട്ടുകുത്തുവാൻ തയ്യാറാണോ? ഇവിടെ ദാനിയേലിനെ നോക്കൂ. ദാനിയേലിന് വിരോധമായിട്ടാണ് രേഖകൾ എഴുതിയിരിക്കുന്നത്. എന്നിട്ടും ഹല്ലേലൂയ, താൻ മുമ്പേ ചെയ്തു വന്നതുപോലെ ദൈവസന്നിധിയിൽ മുട്ടുകുത്തുന്നതിൽ ഹല്ലേലൂയ താൻ ഒരു ഹല്ലേലൂയ കുറവും വരുത്തിയില്ല, അതിന് മാറ്റം വരുത്തിയില്ല, ആ സമയം മാറ്റിയില്ല. ഹല്ലേലൂയ. പ്രിയ മക്കളെ, ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് മുട്ടുകുത്തുക എന്നുള്ള വിഷയത്തെ പറ്റിയാണ്. ഹല്ലേലൂയ. നമ്മൾ നമ്മുടെ ദൈവസന്നിധിയിൽ മുട്ടുകുത്തിയാൽ മതി. അതായത് മറ്റു ദേവന്മാരുടെ മുമ്പില്, ഫോട്ടോസിന്റെ മുമ്പിലൊന്നും മുട്ടുകുത്തണമെന്നില്ല. കർത്താവിന്റെ സന്നിധിയിൽ ഹല്ലേലൂയ നമ്മുടെ ഭവനത്തിൽ നമ്മൾ മുട്ടുകുത്തിയാൽ മതി. ദൈവ സാന്നിധ്യം നമുക്ക് അനുഭവിപ്പാൻ നമുക്ക് കഴിയും. ഹല്ലേലൂയ. നോക്കൂ, ഇവിടെ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ നമ്മൾ കൂടുതൽ എന്താ ചെയ്യുന്നത്? മുട്ടുകുത്തുവാൻ അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് സമയം ചെലവിടുവാൻ നമ്മൾ ഹല്ലേലൂയ സമയം കണ്ടെത്തത്തില്ല. പക്ഷേ ഇവിടെ ഹല്ലേലൂയ മുട്ടുകുത്തുന്നതിൽ താൻ ഒരു മാറ്റവും വരുത്തില്ല. നേരത്തെ മുമ്പേ ചെയ്തു വന്നതുപോലെ തന്നെ ദൈവസന്നിധിയിൽ മുട്ടുകുത്തുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. പ്രിയ മക്കളെ, ഹല്ലേലൂയ, ദൈവമാ നമ്മുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. നാം കൈകാര്യം ചെയ്യേണ്ട ആവശ്യമില്ല. ദൈവസന്നിധിയിൽ നമ്മൾ വിശ്വസ്തയോടെ നിൽക്കുകയാണോ, ദൈവ സാന്നിധ്യം അനുഭവിപ്പാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. എന്തെല്ലാം ചെയ്താലും ഏത് കാര്യത്തിലും ദൈവ സാന്നിധ്യം മതി. പ്രിയ മക്കളെ, നമുക്ക് അനുഭവിപ്പാൻ. ഹല്ലേലൂയ. പ്രശ്നത്തിൽ കൂടി, രോഗത്തിൽ കൂടി, തീയിൽ കൂടി, ഹല്ലേലൂയ, തകർന്നു പോകുന്ന അവസ്ഥകളിൽ കൂടി കടക്കുന്ന ജീവിതമേ, നിങ്ങളുടെ പ്രയാസങ്ങൾ ഏതുമാവട്ടെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിഷയങ്ങളാവട്ടെ, എന്തു തന്നെയായിരുന്നാലും ഹല്ലേലൂയ, നിങ്ങൾ ദൈവസന്നിധിയിൽ മുട്ടുകുത്തുന്നതിൽ ഹല്ലേലൂയ നിങ്ങൾ മാറ്റം വരുത്തരുത്. ഹല്ലേലൂയ. അതിന് സമയം കണ്ടെത്താതിരിക്കരുത്. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ സമയങ്ങൾ കണ്ടെത്തിയാൽ ഇതിനെല്ലാം പരിഹാരമായി തീരും. ഹല്ലേലൂയ. നോക്കൂ, എന്തെല്ലാം വന്നിട്ടും മുമ്പേ എന്താണോ ചെയ്തത് അത് തന്നെ ചെയ്യുക. ഹല്ലേലൂയ. ദൈവസന്നിധി നിങ്ങൾ മുഴങ്കാൽ മടക്കുക. അപ്പനോട് നിങ്ങളുടെ ആവശ്യങ്ങൾ പറയുക. കർത്താവിന്റെ സന്നിധിയിൽ ഹല്ലേലൂയ നമ്മൾ ആയിത്തീർന്നാൽ മതി. മനുഷ്യരുടെ മുമ്പിൽ കൈനീട്ടാൻ പോകേണ്ട ആവശ്യം വരത്തില്ല. ഹല്ലേലൂയ. നിങ്ങൾ അവരുടെ മുന്നിൽ, അതായത് മനുഷ്യരുടെ മുന്നിൽ കൈനീട്ടിയാൽ ഹല്ലേലൂയ ചിലപ്പോൾ അവർ ആട്ടിപ്പായിച്ചു കളയും. അവർ ഹല്ലേലൂയ നമ്മളെ പരിഹസിച്ചു കളയും, അല്ലെങ്കിൽ നമ്മളെ മറ്റുള്ളവരുടെ മുന്നിൽ ഹല്ലേലൂയ നിന്നാപാത്രമാക്കി തീർക്കും. പക്ഷേ നമ്മുടെ കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ മുഴങ്കാൽ മടക്കുകയാണെങ്കിൽ പ്രിയ ദൈവമക്കളെ, നമുക്ക് അത്ഭുത മറുപടി ലഭിക്കും. ദൈവസന്നിധി നിങ്ങൾ മുഴങ്കാൽ മടക്കുവാൻ തയ്യാറാണോ എങ്കിൽ ദൈവ സാന്നിധ്യം അനുഭവിക്കാം. നമുക്കറിയാം, മത്തായി എഴുതിയ സുവിശേഷം 17-ാം അധ്യായം 14 മുതലുള്ള വാക്യം നോക്കുമ്പോൾ നമുക്ക് ഹല്ലേലൂയ ഒരു ഹല്ലേലൂയ മനുഷ്യൻ വന്ന് കർത്താവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തിയതായിട്ട് ഹല്ലേലൂയ എന്നിട്ട് പറയുന്നുണ്ട്, കർത്താവേ, എൻ്റെ മകനോട് കരുണയുണ്ടാകണമേ. അവൻ ചന്ദ്രരോഗം പിടിച്ച് പലപ്പോഴും തീയിലും പലപ്പോഴും വെള്ളത്തിലും വീണ് വല്ലാത്ത കഷ്ടത്തിലായി പോകുന്നു. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ, നോക്കൂ, നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ എങ്ങനെയാണ് ദൈവത്തിന്റെ സന്നിധിയിൽ ഹല്ലേലൂയ അപ്പനോട് പറയണം. അപ്പന്റെ സന്നിധി മുഴങ്കാൽ മടക്കിയാൽ മതി. ഇവിടെ നോക്കൂ, ചന്ദ്രരോഗം പിടിപ്പെട്ടിട്ട് തീയിലും വെള്ളത്തിലും വീഴുന്ന തൻ്റെ മകന്റെ ഹല്ലേലൂയ വിടുതലിന് വേണ്ടി യേശുപ്പന്റെ അടുക്കൽ ഹല്ലേലൂയ
ആ മനുഷ്യൻ മുഴങ്കാൽ മുട്ടുകുത്തുകയാ. എൻ്റെ മകനെ ഹാലലിയ വിടുതൽ ലഭിക്കണം. പ്രിയ മക്കളെ, ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കുവാൻ തയ്യാറാണോ? അവിടെ വിടുതലാ. നോക്കൂ, കാണാൻ സാധിക്കുന്നുണ്ട്. യേശു ഭൂതത്തെ ശാസിച്ചു, അതവനെ വിട്ടുപോയി. ബാലന നാഴിക മുതൽ സൗഖ്യം വന്നു. ഹാലേലുയ. പ്രിയ മക്കളെ, ദൈവസന്നിധിയിൽ മുട്ടുകുത്തുമ്പോൾ നമ്മുടെ വിഷയത്തിന് മറുപടി ലഭിക്കും. ഹല്ലേലൂയ. മർക്കോസ് സുവിശേഷത്തിലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 1-ാം അധ്യായം 40 മുതലുള്ള വാക്യത്തിൽ കുഷ്ഠരോഗി കടന്നു വന്ന് ഹാലലിയ യേശുവിന്റെ അടുക്കൽ മുട്ടുകുത്തിയതായിട്ട്. ഹല്ലേലൂയ. നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയുമെന്ന് ഹാലലൂയ യേശു അപ്പന്റെ അടുക്കൽ കുഷ്ഠരോഗി മുട്ടുകുത്തി പറയുക, അപേക്ഷിക്കുക ചെയ്യുന്നത്. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നമുക്കറിയാം ഹാലലിയ പഴയ നിയമ പുസ്തകത്തിലെല്ലാം കാണാൻ സാധിക്കുന്നുണ്ട്. കുഷ്ഠരോഗികളെ ഹാലലിയ ആരുടെ അടുക്കൽ കൂട്ടിവരുത്താതെ പാളയത്തിന് പുറത്തായിരുന്നു അവർ. പക്ഷേ ഇവിടെ നോക്കൂ, യേശു അപ്പന്റെ അടുക്കലേക്ക് ഒരു കുഷ്ഠരോഗി കടന്നു വന്ന് മുട്ടുകുത്തുകയാ. അപ്പാ, നിനക്ക് സൗഖ്യമാക്കുവാൻ മനസ്സുണ്ടെങ്കിൽ ഹാലലൂയ എന്നെ സൗഖ്യമാക്ക്. നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്ക്. ഹാലലിയ. ഏത് അസുഖത്തിലും ഏത് ഹല്ലേലൂയ കാര്യത്തിലും നമ്മുടെ ഹല്ലേലൂയ വിശ്വാസം വർദ്ധിക്കണം. നമുക്ക് സൗഖ്യം തരുവാൻ, നമ്മുടെ വിഷയത്തിന് പരിഹാരമായി തീരുവാൻ അപ്പന്റെ പാദപീഠത്തിൽ മാത്രമുള്ളൂ. യേശു മനസ്സലിഞ്ഞ് കൈ നീട്ടി അവനെ തൊട്ടു. മനസ്സുണ്ട്, ശുദ്ധമാക എന്ന് പറഞ്ഞ ഉടനെ കുഷ്ഠം വിട്ടുമാറി. പ്രിയ മക്കളെ, ഹല്ലേലൂയ. നമ്മുടെ അപ്പന്റെ കരം നമുക്ക് വേണ്ടി നീട്ടും. ഹല്ലേലൂയ. ഇന്ന് വചനം കേൾക്കുന്ന ജീവിതമേ, നിങ്ങൾ ഏത് വിഷയത്തിന്മേൽ ഭാരത്തോടിരിക്കുന്നു, ദൈവസന്നിധിയിൽ ഒന്ന് മുട്ടുകുത്ത്. നിങ്ങൾ അവിടെ ഇവിടെ എങ്ങും പോണ്ട. നിങ്ങളുടെ ഭവനത്തിൽ തന്നെ ഇരുന്നാൽ മതി. യേശു അപ്പന്റെ സന്നിധിയിൽ ഇരുന്നാൽ മതി. അപ്പനോട് പറഞ്ഞാൽ മതി. നിങ്ങളുടെ വിഷയത്തിന്മേൽ അപ്പന്റെ കരം നീട്ടും. അപ്പൻ നമുക്ക് വിടുതലയക്കും. ഹല്ലേലൂയ. ദൈവ സാന്നിധ്യം നമുക്ക് അനുഭവിപ്പാൻ ഇടയായി തീരും. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കുന്ന ആരെയും കർത്താവ് കൈവിടുകയില്ല. പിന്നീട് നമുക്ക് മർക്കോസ് സുവിശേഷത്തില് 10-ാം അധ്യായത്തിൽ നമുക്ക് ഒരു വ്യക്തിയെ കാണാൻ സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഗുരു, നിത്യജീവനെ അവകാശമാക്കുക, ഞാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞ് യേശു അപ്പന്റെ അവിടെ ഓടി വന്ന് മുട്ടുകുത്തുന്നതായിട്ട്. ഹല്ലേലൂയ. നിത്യജീവൻ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? പക്ഷേ അവിടെ ഒരു ഇത് കാണാൻ സാധിക്കുന്നുണ്ട്. യേശുപ്പൻ പറയുന്നുണ്ട്, ഹല്ലേലൂയ, യേശു അവനെ നോക്കി അവനെ സ്നേഹിച്ചു. ഒരു കുറവ് നിനക്കുണ്ട്, നീ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്ക, എന്നാൽ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപമുണ്ടാകും. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നാം പറയുന്നത് കേൾക്കുവാൻ അനുസരിക്കുവാൻ തയ്യാറാണെങ്കിൽ അവിടെ വിടുതൽ കിട്ടുന്നത്. ഹല്ലേലൂയ. നോക്കൂ, ഇവിടെ ഹല്ലേലൂയ ആ മനുഷ്യനോട് പറയാ, നിനക്കുള്ളത് ഹല്ലേലൂയ നീ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്ക, എങ്കിലാ നിനക്ക് ഹല്ലേലൂയ നിത്യജീവൻ പ്രാപിപ്പാൻ കഴിയുന്നത്. പക്ഷേ അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്, അവൻ വളരെ സമ്പത്തുള്ളവനാകൊണ്ട് ഈ വചനത്തിങ്കൽ വിചാരിച്ച് ദുഃഖിതനായി പോയി കളഞ്ഞു. നോക്കൂ, എല്ലാത്തിനും മറുപടി തരുന്ന അപ്പനാ. പക്ഷേ നമ്മൾ പറയുന്നത് കേൾക്കുവാൻ കൂടി ഹല്ലേലൂയ അത് അനുസരിക്കുവാൻ കൂടി തയ്യാറാണെങ്കിൽ മാത്രമേ നമുക്ക് മറുപടി കിട്ടത്തുള്ളൂ. ഈ മനുഷ്യൻ എന്താ, അധികം സമ്പത്തുള്ളവൻ, വളരെ സമ്പത്തുള്ളവനാകൊണ്ട് അതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുവാനൊന്നും അവന് കഴിഞ്ഞില്ല. അവൻ ദുഃഖിതനായി പോയി കളഞ്ഞു. പ്രിയ മക്കളെ, കർത്താവ് പച്ചൻ പറയുന്നത് നമ്മൾ കേൾക്കുമ്പോൾ അപ്പന്റെ സാന്നിധ്യം നമുക്ക് അനുഭവിപ്പാൻ ഇടയായി ദിനങ്ങളിൽ ദൈവസന്നിധി നമ്മെ തന്നെ സമർപ്പിക്കുക. ഹല്ലേലൂയ. അപ്പൻ വിടുവിക്കുന്ന അപ്പനാ, കരങ്ങളിലെ കേൾപ്പിക്ക, ദൈവ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാം. കർത്താവേ, നിനക്ക് മനസ്സുണ്ടോ? ഈ ദിവസങ്ങളിൽ അപ്പന്റെ സന്നിധിയിൽ നമുക്ക് മുഴങ്കാൽ മടക്കാം. നമ്മുടെ വിഷയത്തിന്മേൽ അത്ഭുതം ചെയ്യുന്ന അപ്പന്റെ സാന്നിധ്യം അനുഭവിപ്പാൻ ഇടയായി തീരും. കർത്താവേ, എന്ന് വചനം കേൾക്കുന്ന നിന്റെ മക്കളുടെ മേൽ അപ്പന്റെ സാന്നിധ്യം ഒന്ന് ഇറങ്ങട്ടെ. അപ്പൻ വിടുവിക്കുന്ന അപ്പനാ, അപ്പന്റെ ഹല്ലേലൂയ കരം നീട്ടണമേ. അപ്പന്റെ സന്നിധി മുഴങ്കാൽ മടക്കുന്ന ആരും കൈവിടുന്ന അപ്പനല്ല, ചേർത്ത് പിടിക്കുന്ന അപ്പന്റെ സാന്നിധ്യം അനുഭവിപ്പാൻ ഇടയായി തീരട്ടെ. ദൈവ സാന്നിധ്യം നമുക്ക് അനുഭവിപ്പാൻ ഇടയായി തീരും. പ്രിയ മക്കളെ, മുട്ടുകുത്തുവാൻ തയ്യാറാണോ? എങ്കിൽ മാത്രം, അപ്പൻ പറയുന്നത് അനുസരിക്കുവാൻ തയ്യാറാണോ? എങ്കിൽ മാത്രം ദൈവ സാന്നിധ്യം അനുഭവിപ്പാൻ ഇടയായി തീരും. ദൈവം എല്ലാവരെയും ഈ
തിരുവചനത്താൽ അനുഗ്രഹിക്കുമാറാട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ബിനുവജു, മുംബൈ. ഹല്ലേലൂയ. സ്തോത്രം.